ഹലോ, എല്ലാവരും സുഖമായിരിക്കണം. ഇന്ന് നല്ല പണിയായിരുന്നു. രാവിലെ തിങ്കളാഴ്ച ആയിരിക്കും മിക്കപ്പോഴും നല്ല പണി കിട്ടണം കേട്ടോ. രണ്ട് പിന്നെ പൊടിപ്പിച്ചുകൊണ്ട് വന്നതൊക്കെ ഇതേപോലെ ഒന്ന് ഇതാവാനായിട്ട് ഇതിലിട്ട് മേശപ്പുറത്ത് വെച്ചേക്കണേണ്ട. പിന്നെ മമ്മും പാത്തും പരീക്ഷയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ സമാധാനത്തിലിരുന്ന് പിള്ളേർ പോയി കഴിയുമ്പോഴാണ് നാസ്താക്കണത്. അപ്പം മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇന്ന് കടയിൽ നിന്നാണ് മേടിച്ചത്. രാവിലെ വയ്യായിരുന്നു. പിന്നെ വയ്യായിക തോന്നണ ദിവസമായിരിക്കട്ടെ എനിക്ക് പണി എപ്പോഴും കൂടുതൽ. വയ്യ എല്ലായിടത്തും കിടക്കാമെന്ന് വിചാരിക്കുന്ന ദിവസം എനിക്ക് പണി കൂടുതലായിരിക്കും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേ കുറച്ച് കപ്പ അപ്പുറത്ത് ഗോഡൗൺ വന്ന കാരണം പിന്നെ അപ്പുറത്തെ ചേച്ചീൻ്റെ നിന്ന് കുറച്ച് കപ്പ അവർ എല്ലാ കപ്പയും പറിക്കണം. കപ്പ കുറച്ച് മേടിച്ച് ഇതേപോലെ കുരുകുരാന്ന് അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം നല്ല തിളച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ കുറച്ച് 5 മിനിറ്റ് ഇടണ്ട കേട്ടോ. വാരിയിട്ട് നമുക്ക് കുറ്റപ്പാത്രത്തിൽ വെച്ചിട്ട് ഇതേപോലെ ഉണക്കാട്ടോ. അപ്പോൾ ഒന്ന് വെള്ളം വലിഞ്ഞ് വന്നവരെ നമുക്കിങ്ങനെ തുറന്ന് വെക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തുണിയൊക്കെ ഇട്ട് മൂടി റെഡിയാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ എന്നാണെങ്കിൽ എൻ്റെ പണി എടുത്തിട്ട് തീരണമില്ല. എൻ്റെ പൊന്നോ, റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കണം, എല്ലായിടത്തും കിടക്കാമെന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും പണി കൂടുതൽ. നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ പിന്നെ അരി ഇട്ടപ്പോൾ തന്നെ ഒരു നേരമായിട്ടാ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് വെന്തട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് വരുന്നത്. ഞാൻ കുത്തരിയും വെള്ളരിയും കൂടി മിക്സാക്കിയാണ് ഇന്നിട്ടത്. എന്നിട്ട് പിന്നെ ചോറൊക്കെ വെന്തായി. പിന്നെ കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു. വേറെ കറിക്കൊന്നും ഉണ്ടായില്ല. അച്ചിങ്ങ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കിയത് വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി അച്ചിങ്ങ ഒലത്തി കഴിഞ്ഞിട്ടാണ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ മുട്ടയും പൊരിച്ച് ഉണക്കലൊക്കെ ചോറ് തിന്നത്. അപ്പോഴത്തേക്ക് ഒരു 3 മണിയാവാനായി. പിന്നെ ഇച്ചിരി ചെമ്മിപ്പുളി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അങ്ങനെയൊക്കെ ആട്ടേന്ന് ഓർത്ത്. പിന്നെ ചാറ് കറി ഉണ്ടാകും, കുമ്പളങ്ങി ഉണ്ടായിരുന്നു. തേങ്ങയില്ലാന്നറിഞ്ഞ് ഞാൻ നന്നാക്കി വെച്ച്. അങ്ങനെ അപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വന്നപ്പോൾ വൈകുന്നേരം അറ്റത്തെ വീട്ടിൽ നിന്ന് ഈ പഴം ഞാൻ പേര് മറന്നു കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഉണങ്ങി കപ്പ ഇനിയിപ്പോൾ 3-4 ദിവസം ഉണക്കണം കേട്ടോ. എന്നാലേ നല്ലോണം ഉണങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം.